ശൈഖുന ഉസ്താദ് അവർകൾ രോഗമായ സമയത്ത് മുഅ്മിനീങ്ങളെ ദുആ, എത്ര ആളുകൾ സുന്നത്ത് നോമ്പ് നോറ്റ് സ്വലാത്ത് ചൊല്ലിയതുമായിരുന്നു, ആയിരക്കണക്കിന് ദിക്റുകൾ ചൊല്ലിയതുമായിരുന്നു. ആ ദിക്റുകളുടെയും ദുആയുടെയും വലിയ ഫലം നാം കണ്ടു. ഒരുപാട് വഅദുകൾ ഈ മദ്രസയുടെ ഈ പരിസരങ്ങളിൽ കുന്നമംഗലത്ത് ഉസ്താദ് പ്രസംഗിച്ചിട്ടുണ്ട്. ആ പ്രസംഗമൊക്കെ വളരെ ശക്തിയുള്ള പ്രസംഗങ്ങളാണ്. ഇന്ന് ആ ശക്തി ഇല്ലെങ്കിലും ഓർമ്മശക്തിയൊന്നും തീരെ പോയിട്ടില്ല. നീൽ ആംസ്ട്രോങ്ങും ആ സയൻസ് അടക്കം ഉസ്താദിനറിയാം. പത്രങ്ങളൊന്നും സ്ഥിരമായിട്ട് വായിക്കുന്ന ആളല്ല. അതേ സമയത്ത് ഖുർആനും ദിക്റും സലാത്തും അത് തന്നെയാണ്. ഓരോ ദിവസവും സഹീഹുൽ ബുഖാരിയുടെ ക്ലാസ് രാവിലെ 1.5 മണിക്കൂർ ക്ലാസ് എടുക്കും. അതൊരു ദിവസവും മുടങ്ങൂല, ഒരു ദിവസവും അത് മുടങ്ങൂല. ഏതെങ്കിലും ഒരു ക്ഷീണുണ്ടെങ്കിൽ പോലും മാറ്റി വെക്കൂല. അങ്ങനെ ദർസും സലാത്തും ദിക്റും ചൊല്ലുന്ന ആ ഉസ്താദിന്റെ ഓർമ്മശക്തി നമ്മൾ ഇന്നിവിടെ കാണുകയാണ്. വളരെ ശക്തമായി തന്നെ ഈ പ്രദേശങ്ങളിലൊക്കെ സുന്നത്ത് ജമാഅത്തിന്റെ അറിവ് പ്രചരിപ്പിക്കാൻ വേണ്ടി ഉത്സാഹിക്കുകയും ഒരുപാട് പള്ളികൾ, മദ്രസകൾ, സ്ഥാപനങ്ങൾ, ആയിരക്കണക്കിന് പള്ളികൾ, ആയിരക്കണക്കിന് മദ്രസകൾ അതൊക്കെ ഉസ്താദ് ഉണ്ടാക്കി ഈ സമൂഹത്തിന് സമർപ്പിക്കുകയും ചെയ്തപ്പോൾ അതിൻ്റെ എല്ലാം രഹസ്യം സ്വലാത്തും ദിക്റും തന്നെയാണ്. ഇതൊക്കെ നമ്മൾ മനസ്സിലാക്കി മഹദറത്തുൽ ബദരിയ മർക്കസിൽ നടക്കുമ്പോൾ ഈ കുന്നമംഗലത്തുനിന്ന് ഒരുപാട് ആളുകൾ ആ ദിക്റിന് സ്വലാത്തിന് വരാറുണ്ട്. അത് കാണുമ്പോൾ തന്നെ വലിയൊരു സന്തോഷമാണ്. അല്ലാഹു തആല നമുക്കെല്ലാവർക്കും നല്ല മജ്‌ലിസുകളിൽ വരാൻ തൗഫീഖ് നൽകട്ടെ.